ഷാലുവിനെ വിശ്വാസത്തിന്റെ ലോകത്തേക്കൊന്ന് വരാൻ തോന്നുന്നു എനിക്ക്. ഈ ശ്രീബുദ്ധനൊക്കെ ഉണ്ടായതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബോധോദയം ഉണ്ടാകുന്ന ആളാണ്. അങ്ങനെയല്ല സാർ, ചില മിറക്കിളിലൊക്കെ വലിയ വിശ്വാസം എന്ന് പറഞ്ഞില്ലേ, എന്നോട് പറഞ്ഞല്ലോ. മിറക്കിൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് പോലെ ചെറുതും വലുതുമായിട്ട് എല്ലാ ദിവസവും ഞാൻ. ആക്സിഡന്റ് സംഭവിച്ചില്ലേ മിറക്കിൾ പോലെ? ഉണ്ട്. ആക്സിഡന്റ് സംഭവിച്ചത് ചന്ദ്രമഴ. ഞാൻ നേരത്തെ പറഞ്ഞ തലയ്ക്ക് ദൈവം തന്ന അടിയില്ലേ, ആ അടിയാണ് ഈ അടി. ആണോ? അത് അഹങ്കാരം കൊണ്ട് കിട്ടിയതാണോ? അഹങ്കാരം കൊണ്ടൊന്നല്ല, കുറച്ച് സ്റ്റൈലിൽ പോയതാണോ? എന്താ പറ്റിയത്? അങ്ങനെയല്ല, എന്റെ അമ്മാച്ചന്റെ കടയുടെ ഇനാഗ്രേഷൻ ആയിരുന്നു. അദ്ദേഹം IT ഫീൽഡ് തന്നെയാണ്. പക്ഷെ പൈസ അവരൊരു കിഡ്സിന്റെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് ബാംഗ്ലൂർക്ക് പോവായിരുന്നു വിത്ത് ഫാമിലി. അപ്പോ അവരുടെ കടയിൽ വെക്കാനുള്ള ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഫോട്ടോ, പിന്നെ അവർക്ക് മീൻ വെക്കാനുള്ള മീൻ ചട്ടി, പിന്നെ നമ്മുടെ ലഗേജ് എല്ലാം ആയിട്ട് ആൾട്ടോ കാറിലാണ് പോകുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് എനിക്ക് മനസ്സിലൊരു പുറകോട്ടൊരു വലിക്കലുണ്ട്. ഇനി ഭയങ്കര മടി, പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്, പോകാൻ ഇഷ്ടമല്ല എന്നുള്ള രീതി. പക്ഷെ എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്കിത് ഭയങ്കരമായിട്ടൊരു പുറകോട്ട് വലിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തൊരു കാര്യമാണ്, നമുക്ക് പോയേ പറ്റുള്ളൂ. ഫാമിലി എല്ലാം കാത്തിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ രാവിലത്തെ ഫുഡും ഒക്കെ ഉണ്ടാക്കി വണ്ടിയിൽ 4 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിൽ 5:30-6 മണി എങ്ങാണ്ടായി വീട്ടിൽ നിന്ന്. കപ്പയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിതെല്ലാം ആയിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് പോയ വഴിക്ക് റൂട്ട് മാപ്പ് എന്ന ഗൂഗിളിന്റെ അത്രയും നമുക്ക് ഉപയോഗിക്കാൻ അത്ര പരിചയം പോരാ. അറിയാം, എന്നാൽ അത്ര പരിചയം പോരാ. അപ്പൊ ഈ റൂട്ട് മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പോയ റൂട്ട് നമുക്ക് തെറ്റി, വേറെ ഏതോ ഒരു വഴിക്ക് പോയി. അപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിട്ട് ഈ തെറ്റിപ്പോയ വഴിന്റെ ഏതെങ്കിലും ഒരു വഴി ചെന്ന് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുക. അപ്പൊ പോകുന്നത് നല്ലൊരു ഹൈവേ അല്ല, നല്ല വീതിയുള്ള നല്ല വഴിയിലാണ് പോകുന്നത്. ഇപ്പുറത്തെ കടയിൽ അപ്പുറത്തെ കടയിലെ വഴി മാത്രമേ ഉള്ളൂ. ട്രിവാൻഡ്രത്തു നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന വഴി. എന്റെ ബ്രദർ ജസ്റ്റ് വണ്ടി ഓടിച്ച് പഠിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സ്ട്രെയിറ്റ് റോഡാണ്, വളവും തെരുവൊന്നും ഇല്ല, വണ്ടി വരാനില്ല എന്നുള്ളതുകൊണ്ട് എന്റെ ഫാദർ എന്ത് ചെയ്തു, എന്റെ അനിയന് വണ്ടി കൊടുത്തു, ഓടിക്കാൻ പറഞ്ഞിട്ട് വണ്ടി കൊടുത്തു. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഒരു 9:30 ഒരു സമയമായി കഴിഞ്ഞപ്പോൾ രാവിലെ. അപ്പൊ ഒരാള് ഒരു വെള്ള ഡ്രസ്സ് ധരിച്ച ഒരാളെ ഞങ്ങൾ എല്ലാരും കണ്ടതാണ്. ആള് എവിടുന്നോ വന്ന് ക്രോസ് ചെയ്ത് നേരെ വണ്ടിക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാണ്. ആ ക്രോസ് ചെയ്ത് കണ്ടപ്പോഴത്തേന് ഇവന് പെട്ടെന്ന് വെപ്രാളം കയറിയിട്ട് ഇവന് ബ്രേക്കിന് പകരം ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി നേരെ ഡിവൈഡറിൽ കയറാൻ പോയി. അപ്പം എന്റെ ഫാദർ ഇപ്പുറത്തെ സൈഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് ഡിവൈഡറെ കയറുന്നു തോന്നിയപ്പോൾ പെട്ടെന്ന് സ്റ്റിയറിങ് പുള്ളി പിടിച്ച് തിരിച്ചപ്പോൾ വണ്ടി പെട്ടെന്ന് പാളിയിട്ട് അവിടെ ഈ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ഉണ്ടായിരുന്നു, വലിയ ഇരുമ്പിന്റെ പൈപ്പ്. അതിന് നേരെ ചെന്ന് കയറി കൊടുത്തു. അതോടുകൂടി എന്റെ ബോധം പോയി. ഞാനും അമ്മയും ഫ്രണ്ടോട്ട് തെറിച്ചു വീണു. ഇവർ രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായിരുന്നു. പ്ലസ് ആ വണ്ടിക്ക് ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നത് കൊണ്ട് എയർ ബാഗും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അനിയനൊക്കെ ജീവിച്ചിരിക്കുന്നു. അവർ 2 സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായിരുന്നു. പുറകെ ഇരിക്കുന്ന ഞങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഫ്രണ്ടിലേക്ക് തെറിച്ചു വീണു. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ പുല്ലിൽ ഇങ്ങനെ ഞാൻ കിടക്കുന്നതായിട്ട്. അപ്പം ഞാൻ കണ്ണു തുറക്കുമ്പോൾ അമ്മ ഇങ്ങനെ ആ സീറ്റിൽ ഇങ്ങനെ ചോര വാർന്നിരിപ്പുണ്ട്. അപ്പൊ എന്റെ വിചാരം അമ്മ പോയി, ഞാനും പോയി. എനിക്ക് ഒരു ഇതുമില്ല, ഒരു വേദനയില്ല, മുഴുവൻ മരവിച്ച അവസ്ഥയിലാണ്, ഒരു വേദനയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് വേദന ഇല്ലാത്തതൊക്കെ ഞാൻ മരിച്ചല്ലോ, അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ എനിക്ക് എല്ലാവരെയും കാണാം. മരിച്ചു, ഇനി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, പോവുക. ആരിലും വരുന്നത് ഇതിൽ ഏഞ്ചൽസ് വരുന്നുണ്ടെങ്കിൽ കൂടെ കയറി പോവല്ലേ, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. അപ്പം വഴിയുടെ സൈഡിൽ നിന്നിട്ട് എൻ്റെ ചാച്ചനും ബ്രദറും എല്ലാ വണ്ടിക്കും കൈ കാണിക്കുന്നുണ്ട്, ഒരാളും നിർത്തുന്നില്ല. അപ്പം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മധുരയ്ക്ക് പോകുന്ന ഒരു 4-അംഗ സംഘം ചെറുപ്പക്കാർ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിതാപകരം ആയിട്ടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അവിടെ കൊണ്ടെത്തിച്ചു. ജസ്റ്റ് ഫസ്റ്റ് എയ്ഡ് ഒക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇവർ ഞങ്ങളെ കൊണ്ടുപോയി. അവർ തന്നെ പറഞ്ഞു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഈ ചെറുപ്പക്കാരുടെ കൂടെ തന്നെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഡോക്ടർ വന്ന് ഈ ഡ്രസ്സിങ് എല്ലാം അഴിച്ചപ്പോൾ പറയാം, ഇവരെന്തോ ചെയ്ത് വെച്ചേക്കുന്നത്, ചില്ല് കൂട്ടിയിട്ടാണ് ഡ്രസ്സ് ചെയ്ത് വെച്ചേക്കണേ, അതായത് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടൊന്നുമില്ല. ATM ഉപയോഗിക്കാൻ അറിയാമെന്നല്ല, ATM എൻ്റെ അമ്മയുടെയിലാണ്. ഞങ്ങൾക്ക് ATM നമ്പർ അറിയത്തുള്ളൂ. ഫാദർ ഇത് മറന്നുപോയി, പുള്ളിക്ക് അറിയാൻ മേല മറന്നുപോയി, ഒരു ഷോക്കിലെല്ലാം മറന്നുപോയി. അനിയൻ അറിയത്തില്ല. അപ്പൊ കയ്യിൽ പൈസ ഇല്ല, കാരണം ഫുഡ് ഒരിടത്തും ചിലവാക്കണ്ടല്ലോ, ഫുഡുണ്ട്. പിന്നെ പെട്രോളിന് അടിക്കാനാണെങ്കിലും കാർഡ് കൊടുത്താൽ മതി, ഒന്നും പ്രശ്നമില്ല, കാശ് ആവശ്യമില്ലല്ലോ. പൈസ ഒന്നും കയ്യിലില്ല. അപ്പൊ ഈ പയ്യന്മാര് എന്റെ ഫാദറിന്റെ ഒരു 500 രൂപ ഏൽപ്പിച്ചേച്ചാണ് അവര് പോയത്. ആരാന്നോ എവിടുന്ന് വന്നോ ഒന്നും അറിയത്തില്ല, പേരും അറിയില്ല. ഇപ്പോഴും ഞങ്ങള് പ്രാർത്ഥിക്കുമ്പോ അവർക്ക് നല്ലത് വരുത്തണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഒരു മലയാളികളാണോ? അല്ല, തമിഴരാണ്. തമിഴ്നാട്ടുകാരാ. ഈ അപകടത്തിന്റെ ബാക്കി പത്രമല്ല മുഖത്തുണ്ടോ? ഇപ്പോ എന്റെ മുഖത്തിൽ എനിക്ക് സർജറി ചെയ്തായിരുന്നു, പ്ലാസ്റ്റിക് സർജറി പോലെ. എനിക്ക് താടിക്ക് ഒരു ചെറിയ ചെരിവുണ്ട്. പക്ഷെ എന്റെ അമ്മ ഇപ്പോഴും സഫർ ചെയ്യുന്നുണ്ട്. അമ്മയുടെ ഇവിടുത്തെ താടിയെല്ലാം ഒടിഞ്ഞു പോയി. ഭക്ഷണം കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുറച്ച് ബെറ്റർ ആണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നീര് വരും. ഇന്നലെ ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോഴും ഇവിടെ ഇങ്ങനെ നീര് പോകണം. ഞാൻ അമ്മയോട് ചോദിക്കും, എന്താ അമ്മ കൊരങ്ങൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണോ, ഇവിടെ എന്തോ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണം. പാവം, പക്ഷെ വേദനയുണ്ട്. അപ്പൊ പറഞ്ഞു ഇവിടെ വേദനയുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്നും ചെയ്യാനില്ല, പ്രായമുള്ളത് കൊണ്ട്
അതുകൊണ്ട് ആ എല്ലിനിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അനിയൻ ഡ്രൈവിംഗ് നന്നായി പഠിച്ചോ? പിന്നെ അതിനുശേഷം പേടിച്ചു പോയി. വണ്ടി എടുത്തിട്ടില്ല. പിന്നെ വണ്ടി എടുത്തില്ല. പിന്നെ ഈ ഒരു കല്യാണം കഴിഞ്ഞ ശേഷമാണ് അവന് വണ്ടി എടുക്കുന്നത്. അവന്റെ കല്യാണം കഴിഞ്ഞ ശേഷം. അവന് കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ട്. ഓക്കെ. അത്യാവശ്യം വീട്ടിൽ പത്മശ്രീയും പുരസ്കാരമൊക്കെ കിട്ടിയോ? ടെലിവിഷൻ നിന്നിട്ട് വല്ല സ്റ്റേറ്റ് അവാർഡ് കിട്ടി സാർ. സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഓക്കെ. ഏത് സീരിയലായിരുന്നു? അക്ഷരത്തെറ്റെന്ന് പറഞ്ഞ സീരിയലിനായിരുന്നു. തെറ്റുണ്ടായിരുന്നു അതിനകത്ത്? അല്ല, കഥ അങ്ങനെയായിരുന്നു. അറിഞ്ഞപ്പോ ഞെട്ടിയോ? ഞാൻ ഞെട്ടി. എനിക്കിത് ആദ്യം വിളിച്ചു പറയുന്നത്, ഞാനന്ന് എന്റെ മാതാവ് എന്ന് പറഞ്ഞ സീരിയലിന്റെ ഫസ്റ്റ് സീൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പം മഞ്ജു പിള്ള ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. തട്ടിയും മുട്ടിയും ചെയ്ത് ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പൊ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി കൺഗ്രാലേഷൻസ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ആയിക്കോട്ടെ, താങ്ക് യു. പക്ഷെ എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിനക്ക് അവാർഡുണ്ട്. ഞാൻ പറഞ്ഞു, ഏത് അവാർഡ്? സ്റ്റേറ്റ് അവാർഡ്. ഞാനപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി വേറെ വല്ലതും വേണോ? സ്റ്റേറ്റ് അവാർഡ് അത് എനിക്ക്. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പൊ ചേച്ചി ബമ്പർ ചിരിന്റെ ഷോയിലിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രാങ്ക് ചെയ്യാൻ വേറെ ആരെയും കിട്ടിയില്ലേ? എന്റെ അത് എനിക്ക് സ്റ്റേറ്റ് അവാർഡ്, എന്ത് ചെയ്തിട്ടാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടേണ്ടത്? ഒന്ന് പോയേച്ചി, വെച്ചിട്ട് പോയേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചിക്ക് ദേഷ്യം വന്നു. ചേച്ചി പറഞ്ഞു, നീ എന്താ പറഞ്ഞാൽ വിശ്വസിക്കാത്ത? നീ വേണമെങ്കിൽ ന്യൂസ് വെച്ച് നോക്കാം. ഞാൻ പറയാം, ഞാൻ ന്യൂസ് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല, ഞാൻ ഷൂട്ടിലാണ് നിൽക്കുന്നത്, അത് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും എന്നും പറഞ്ഞ് ചേച്ചി ദേഷ്യപ്പെട്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോണിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് വരുന്നുണ്ട്. സ്ക്രീൻഷോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരസ്യമാണ്, ഒരു നോക്കിയ ഫോണിന്റെ എന്തിന്റെ ഒരു പരസ്യം ഉള്ള ഒരു ഇതാണ് വരുന്നത്. അത് ന്യൂസ് ചാനലിന്റെ തന്നെ, മനോരമയുടെ ന്യൂസ് ചാനലിന്റെ ഒരു TV എന്നുള്ള ഇതാണ് വന്നേക്കുന്നത്. അപ്പൊ ഞാനോട് ഇതെന്തിനാ എനിക്ക് ഫോണിന്റെ ഫോട്ടോ ഒക്കെ, ഇതൊക്കെ ഇവർക്കത്തെ ഭ്രാന്താണോ? ചേച്ചിയല്ല, വേറെ ആരും എനിക്ക് അയച്ചു തന്നേക്കുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് കൺഗ്രാലേഷനും. അപ്പോഴും ഞാൻ വിചാരിച്ചത് എന്തിനാണ് ഇവർ എന്നോട് കൺഗ്രാലേഷൻസ് ഒക്കെ പറയുന്നത്. പിന്നെ ഞാൻ ആ ഫോട്ടോ എടുത്ത് ഒന്നുകൂടെ നോക്കിയപ്പോൾ താഴെ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, മികച്ച 2ാമത്തെ നടി ഷാലു കുര്യൻ, ഇന്ന സീരിയല് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നു. അപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പൊ എന്തായിരുന്നു? അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയോ? ഞെട്ടിപ്പോയി. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ മഞ്ജു ചേച്ചിയെ വിളിച്ചിട്ട് സോറി പറഞ്ഞു. ചേച്ചി പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, നീ പൊക്കോ, നീ പോടി, ഞാൻ പറഞ്ഞ വിശ്വസിക്കത്തില്ല, ഞാൻ നിന്നെ പറ്റിക്കാൻ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. ചേച്ചി ഇങ്ങനെ കുറുമ്പൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ മാതാവ് ലൊക്കേഷനിൽ എല്ലാവരോടും പറഞ്ഞു, ഇവിടെ വരുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നന്മകൾ ഉണ്ടായിട്ടേ ഉള്ളൂ. കാരണം മാതാവിനുമായിട്ട് ബന്ധപ്പെട്ട സീരിയൽ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുള്ളൂ. ഞാൻ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ നടക്കുന്ന സംഭവം ഇത്. ഫസ്റ്റ് സീനിന് മുമ്പ്, ഫസ്റ്റ് ഷോട്ടിന് മുമ്പ് നടന്ന സംഭവം ഇത്.